ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് കുറച്ച് ചോറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സോഫ്റ്റായ ഭൂരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. ഈ ക്ലാസ്സിന് ഒരു 2.25 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങളും റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, ആ പൊടി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ പൊടി അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് ചോറും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റേഷനരിൻ്റെ ചോറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സുഹൈല ക്രിയേഷൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളുടെ ചാനലിൽ കണ്ടതാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി. കണ്ടപ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. സംഭവം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊടിയും ചോറും ഉപ്പും കൂടി നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിൽ ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കും. മിക്സിൻ്റെ ജാറിൽ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് കറക്കി. ഈ ചോറിൻ്റെ നനവ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഭൂരി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നനവ്, അല്ലാതെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ അതങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തത്. എന്നിട്ട് നമുക്കത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പരട്ടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും തൊടരുത് കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് കുറേശ്ശെ എണ്ണ കയ്യിൽ പരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് കിട്ടുന്നുണ്ട് മാവ്. ഇതാ കണ്ടില്ലേ, മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയൊക്കെ ചെറിയൊരു ബോൾസ് ആക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് ചെറുതായിട്ടൊരു ബോൾസൊക്കെ ആക്കി വെക്കട്ടെ. ബോൾസൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പത്തിലിൻ്റെ പ്രസ് ഉണ്ടല്ലോ, ആ പ്രസ്സിലാണ് കേട്ടോ ഞാനൊന്ന് അമർത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ പത്തിരി പ്രസ് എടുത്തു. അതിൽ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ എണ്ണ പരട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണ വലുതായിട്ട് പരട്ടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ അമർത്തിയെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം എണ്ണ തൊട്ടാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഭൂരി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഭൂരി കിട്ടിയിട്ടുണ്ട്. ഭൂരി ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കല്ലച്ച പോലെ അങ്ങനെ ഒരു മുറുമുറുപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്, അവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ആ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അങ്ങനെ ഞാനിത് ഓരോ ഭൂരിവിധം പരത്തിയിട്ട് ഇങ്ങനെ ഈ തിട്ടുമേലിങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് ഇതിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഭൂരി ചുടാൻ വേണ്ടി നിന്നത്. അങ്ങനെ എല്ലാം പരത്തി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴേക്കുള്ള പണികളാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ കറിയൊക്കെ ആക്കാൻ വേണ്ടി കറിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ മസാലക്കറി ആക്കാൻ വേണ്ടി കിഴങ്ങ് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി കറി താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഭൂരിയൊക്കെ നല്ലപോലെ പൊന്തിച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റ്. നമ്മൾ അരിപ്പൊടി ഇട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ആ പുട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചോറൊക്കെ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുമല്ലോ, ആ പുട്ട് നല്ല സോഫ്റ്റ് ആണല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ചോറൊക്കെ ചേർത്തപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാനിതിൻ്റെ മുമ്പൊന്നും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഭൂരിപ്പണിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കുമ്പോഴൊക്കെ അവരിങ്ങനെ ഓരോ കാൽച്ചായ കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ഭൂരിയൊക്കെ എടുത്തിട്ട് പോകും. ഭൂരി ചൂടിലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുട്ടികൾ കഴിച്ചതും ഇത് തന്നെയാണ്, പിന്നെ സ്കൂളിലേക്ക് ആക്കിയിട്ട് പോയതും ഈ ഭൂരി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കിഴങ്ങ് കറി നേരത്തെ വെച്ചെന്ന് പറഞ്ഞല്ലോ, ഇനി ഇതൊക്കെ കറിയൊക്കെ ഒന്ന് കടുക് വറുത്തിടുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കടുകൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കടുക് വറുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്കത് ഭൂരി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.